ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ ഇന്നും ഞാൻ രാവിലെ 6:30 മുതൽ ബസ് കാത്ത് നിൽക്കുകയാണ്. 7 മണിക്കാണ് ബസ്. എന്നാലും നേരത്തെ വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരത്തെ പോകും. അങ്ങനെ ബസ് കാത്ത് നിൽക്കുന്നു. എൻ്റെ കൂടെ തന്നെ എൻ്റെ അച്ഛനും നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബസ് വന്നു. 7 മണിയായപ്പോഴത്തേന് ബസ് വന്നു. ബസ്സിൽ കയറി. ഫസ്റ്റ് കാര്യം ടിക്കറ്റ് എടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയാൽ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കുന്നു. അതിൻ്റെ മുമ്പ് തന്നെ എല്ലാം സേഫ് ആണെന്ന് നോക്കുന്നു. സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ട്, ഇനി ചാരി കിടന്ന് ഉറങ്ങാം. അതിനുശേഷം ടിക്കറ്റ് എടുക്കുന്നു. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ നിദ്രയിലേക്ക്. 2 മണിക്കൂർ യാത്രയുണ്ട്. ആ 2 മണിക്കൂർ യാത്രയിൽ എൻ്റെ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ബാഗ് താഴെ പോകാതിരിക്കാൻ ബാഗ് ഞാൻ ഇങ്ങനെ ലോക്കാക്കിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഉറങ്ങാം. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഷോട്ടൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റിട്ടാണ്. ഓയിൽ മുണ്ടിൻ്റെ മുഖം മൊത്തം നിറഞ്ഞിരിക്കുകയാണ് ഉറങ്ങി എണീറ്റപ്പോഴത്തേന്. ലൈക്ക് ഞാനെന്തോ എണ്ണപ്പാത്രത്തിൽ മുഖം ഇട്ട പോലെ. അവസാനം അതൊക്കെ തുടച്ച് മുടിയൊക്കെ കുറച്ച് പന്നലായി. അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഇറങ്ങി. അപ്പോഴത്തേന് എത്താനുള്ള സ്ഥലത്തെത്തിയിട്ട് ഞാൻ എണീക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഈ ചേച്ചിമാർ ഇറങ്ങുമ്പം ടെക്നോ പാർക്കിൻ്റെ അവിടെ വെച്ച് ഞാൻ എണീക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു ടാസ്ക്കാണ് ഈ റോഡ് ക്രോസ് ചെയ്യുക. എപ്പോഴും വണ്ടി ഭയങ്കര ചീഞ്ഞു പഞ്ഞു പറയുക. അപ്പോൾ സാർ നടക്കുമ്പം പെട്ടെന്ന് ഓടിക്കൂടെ നടക്കുകയാണ് ഞാൻ പതിവായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ്സിലെത്തി. അതിൻ്റെ ഉള്ള ഷോട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ക്ലാസ്സിൽ ഫോൺ അലൗഡല്ല. അതിനുശേഷം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ടീ കുടിക്കാൻ വേണ്ടി പോയി. എല്ലാവരുടെയും ഓർഡർ എടുത്ത് ഈ കുട്ടി തന്നെ നമുക്ക് സാധനമെല്ലാം കൊണ്ടെത്തിക്കും കേട്ടോ. ആൻഡ് ദിസ് ഈസ് അനന്യ. പിന്നെ കുറച്ച് നേരം സംസാരിക്കുകയോ അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് എല്ലാവരും ചായ കുടിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി കേട്ടോ. ഇത്രയും വലിയ ഗ്യാങ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഈ കടയിലോട്ട് കയറുന്നതിൻ്റെ അർത്ഥം അറിയാമോ? വേറൊന്നിനും അല്ല ഗൈസ്, ഈ ഒരു പച്ചമാങ്ങ വാങ്ങാനാണ്. ഒരു സിംഗിൾ പച്ചമാങ്ങ മാങ്ങയ്ക്ക് നല്ല മണമുണ്ടോ എന്നൊക്കെ മണത്തൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ മാങ്ങയും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങി ഗൈസ്. അപ്പോൾ ഇനി പലരും പല വഴിക്ക്, എൻ്റെ ബസ് സ്റ്റോപ്പ് അവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ കയറി. അവരെല്ലാം അങ്ങോട്ട് നടക്കുകയും ചെയ്തു കേട്ടോ. നല്ല വെയിൽ. എത്ര നേരം നിന്നിട്ടൊരു ബസ് വന്ന് കൈ കാണിച്ചപ്പോൾ ആ ബസ് നിർത്തിയില്ല. അവസാനം ഞാനാണെങ്കിൽ വീണ്ടും കാത്തിരുന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഒരു ബസ് വന്നത്. അവസാനം ആ ബസ്സിൽ കയറിപ്പോയി. വെഞ്ഞാറമൂട് ഇറങ്ങിയപ്പോൾ അതിനെക്കാട്ടി കഷ്ടം അവിടെയല്ല ബസ് സ്റ്റോപ്പ്, വേറെ എവിടേക്കോ പോകണമെന്ന്. പല ദിവസവും പല സ്ഥലത്താണ് ബസ് നിർത്തുന്നത്. അങ്ങനെ എന്നും കറങ്ങി വേറെ എവിടേക്കോ പോയി നടന്ന് മടുത്ത് അവിടെ കയറി. ബസ് കയറിയപ്പം കൊള്ളായിരുന്നു. സൈഡ് സീറ്റൊക്കെ കിട്ടി. അതും ഈ ഡ്രൈവറിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലമുണ്ടല്ലോ, സൈഡിൽ ഒറ്റയ്ക്കിരിക്കുന്നത്, അവിടെയാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. അവിടെ ഇരുന്നു ബസ്സിലൊക്കെ ഇരുന്ന് യാത്ര സ്ഥലങ്ങളൊക്കെ നോക്കിയിരുന്നു. അപ്പോഴത്തേനും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴയൊക്കെ പെയ്തു. അപ്പോഴത്തേനും എനിക്ക് വിൻഡോ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അവിടെ എന്തോ കുഴുങ്ങിയിരിക്കുമായിരുന്നു എൻ്റെ ക്ലിപ്പ്. അതുകൊണ്ട് അപ്പുറത്തെ സീറ്റിലോട്ട് മാറേണ്ടി വന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.